മലന്റെ ഞങ്ങളുടെ പെൺപുലികൾ മതി നിന്നെ നേരിടാൻ. പെൺപുലികൾ മതി, ഞങ്ങൾ പുരുഷന്മാർ വേണ്ട, പെൺപുലികൾ മതി. ഇന്നലെ കണ്ടല്ലോ, കടിക്കും എന്നാ കടി. ഇവിടെ തെരുവ് നായ്ക്കളെ എങ്ങനെയെങ്കിലും, അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. മേയർ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ കടികൾ 45 വർഷക്കാലമായി ഈ CPM-ന്റെ കടി ഏറ്റ് ഈ തിരുവനന്തപുരം നഗരം അവരങ്ങ് തകർന്ന് അവരെ വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നു. ഈ കടി പോരാത്തോണ്ട് പുതിയ കടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. നൗഫല, യാതൊരു നൗഫൽ, അവന്റെ കടയുടെ പല്ലിന്, അവനെ കടിച്ച പല്ലിന് അടിച്ച് തകർത്ത് താഴാൻ ഇവിടുത്തെ BJP പ്രവർത്തകർ കഴിയും. പിന്നെ ഒരു ക്ഷേത്രത്തിന് അതിക്രമിച്ച് കയറി ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിച്ചു. പണ്ട് ഇടിവണ്ടി ഉണ്ടായിരുന്നു, ഇടിവണ്ടി. അടിയന്തരാവസ്ഥ കാലത്ത് ഇടിവണ്ടി. ഞങ്ങളെ കുട്ടിക്കാലത്ത് ഒരു വലിയ ബസ് വരും, ഇടിവണ്ടി, അതിനകത്തിട്ടാണ് ഇടിക്കുന്നത്. ഏതോ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇതൊക്കെ നേരിട്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം അനന്തപുരി ഭരിക്കുന്ന BJP-യാണ്. ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. നിങ്ങളത് ഓർക്കണം. ഞങ്ങളൊന്ന് മര്യാദ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാം. പക്ഷെ ഞങ്ങളെ പ്രകോപിപ്പിച്ച് ഞങ്ങളെ ഈ ക്ഷമയുടെ അതിരുകൾ ആ ക്ഷമ കെട്ടുപോയാൽ പോലീസ് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കാനുള്ള സംഘടനാ ശേഷി ഇവിടെ പാർട്ടി BJP-ക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. അവിടെ രാത്രി 9:45 ഈ വിപിൻ എന്ന് പറഞ്ഞവൻ വരും. വന്ന് BJP-യുടെ വാഹനങ്ങളൊക്കെ തടഞ്ഞിടും. 9:45, 10 മണി വരെ സമയമുണ്ട്. ഈ സമയം അവർക്ക് കൊടുക്കില്ല. UDF-ന്റെ LDF-ന്റെ വണ്ടി അതുവഴി പോവും, തടയില്ല. അന്ന് നോക്കി വെച്ചതാണ്. ഇപ്പോൾ കേറിക്കറിഞ്ഞ് കേറാമെന്നാൽ ഞാൻ വാക്കുകൾ ഒരു ജില്ലാധ്യക്ഷൻ എന്ന നിലയിൽ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഇവിടെ ഈ പരിപാടി. മാധ്യമ സുഹൃത്തുക്കളും വിചാരിച്ചു ഇവിടെ ആക്രമണം ഉണ്ടാവും, പോലീസ് ആക്രമണം ഉണ്ടാവും. പക്ഷേ BJP-യുടെ തീരുമാനമെടുത്താൽ അവിടെ പ്രവർത്തകർ നിൽക്കും. ഞങ്ങൾ വളരെ വളരെ മര്യാദയോടുകൂടി ജനാധിപത്യ മര്യാദ ഇവിടെ നിൽക്കുന്നു. ഞങ്ങളൊന്ന് കണ്ണടച്ചു കൊടുത്താൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഗിരി സൂചിപ്പിച്ചതുപോലെ, ഈ ബാരിക്കേഡിനൊക്കെ ചവിട്ടി പുറത്ത് അപ്പുറത്തെ കയറാനുള്ള സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ വളരെ മാന്യമായി ഞങ്ങൾ പെരുമാറി. ഞാൻ ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ബിനുവിനെ ആക്രമിച്ചു, ബിനുവിനെയും കുടുംബവും വണ്ടിക്കകത്തിരുന്ന സമയത്ത് ആക്രമിച്ചത് തെറ്റാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് സമ്മതിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, വണ്ടിയിലടിച്ചാൽ ദേഹത്തടിക്കും പോലെ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് ബിനുവിനെ തന്നെ, കേസിൽ പ്രതിയല്ലാത്ത ബിനുവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ ഇവിടെ റിട്ടയർഡായിട്ട് പല പോലീസുകാരും കറങ്ങി നടക്കുന്നുണ്ട്. ഇതിനു മുമ്പേ വൻ സംഭവങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഓഫീസർമാര് അവസാനം കേസുകൾ തീർക്കാൻ ഞങ്ങളുടെ കാല് പിടിച്ച ചരിത്രങ്ങളുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർമ്മിക്കണം. അതാണ് സൂചിപ്പിച്ചത് ഒരു പോലീസ് ഓഫീസർ പേരെടുത്ത് പറഞ്ഞത്. രക്തത്തിളപ്പുകൊണ്ട് പലതും തോന്നും. CPM ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അന്ത്യകൂദാശ നടക്കുന്ന ഈ വേളയാണ് എന്ന് വിപിനും ദീപപിള്ളയും ഓർമ്മിക്കണം. അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു ഭരണമാണ്. ഇവിടെ എന്തെങ്കിലും മുറ കാണിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ മുറ കാണിക്കാൻ വരല്ലേ? വന്നാൽ ഞങ്ങൾ വിടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വൈകാര്യമായി തന്നെയാണ് സംസാരിക്കുന്നു. നന്ദാവനം ക്യാമ്പിലെ ഞങ്ങളുടെ പ്രവർത്തകരെ കാണാൻ ഞങ്ങൾ അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട മേയറുടെ വണ്ടി വന്നു, തടഞ്ഞു നിർത്തി. മേയർ വണ്ടി അകത്ത് കയറി ഞങ്ങൾ നോക്കിയ സമയത്ത് വണ്ടിക്കകത്ത് അതിക്രൂരമായി മർദ്ദനമേറ്റ പ്രവർത്തകരെ കണ്ടു. ഞങ്ങൾക്ക് വൈകാതെ ഉണ്ടായി, വിഷമമുണ്ടാവും. പോലീസുകാരന് ആരാണ് പോലീസുകാരനെ ഇരുന്നത്?
മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. ഇടത് ഭാഗത്ത് നിന്നത് BJP പ്രവർത്തകരാണ്, വലത് ഭാഗത്ത് നിന്നത് CPM പ്രവർത്തകരാണ്. എവിടുന്നാണ് ഏറി വന്നത്? വലത് വശത്ത് നിന്ന് വിറക് കമ്പുകളെല്ലാം ആ പള്ളിയിൽ അതിക്രമിച്ച് കയറി എറിഞ്ഞത് CPM കാരാണ് എന്ന് വ്യക്തമായി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ വീഡിയോ കാണിച്ചിട്ട് പോലും പോലീസ് വീണ്ടും BJPയുടെ പുറത്താണ് കൊണ്ടുവരുന്നത്. BJP പ്രവർത്തകരാണ് കൊണ്ടെറിഞ്ഞത് എന്നാണ്. ഞങ്ങൾക്ക് ഒളിച്ചിരുന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനെ അറിയണമെങ്കിൽ പോലീസ്, ഞങ്ങൾ ഒരുപാട് സമരമുഖങ്ങൾ കണ്ടവർ തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾ BJP നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഞങ്ങൾക്ക് ഒളിച്ചറിഞ്ഞറിയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ വേണമെറിയാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അറിയാം. നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കാണ്. തടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ, തടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം കോർപ്പറേഷൻ ഭരിക്കുന്ന നഗരം ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. ഇവിടെ സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഞങ്ങൾക്ക് പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ചുവണ്ടാമെന്നാൽ